സഹോദരി സഹോദരന്മാരെ, തദ്ദേശ ദിനത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏകീകൃത സംവിധാനം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിനാചരണമാണ് എന്നത് ഇതിൻ്റെ ഒരു മാറ്റ് കൂട്ടുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. പഞ്ചായത്ത് രാജിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു വന്നത്. രാജ്യത്തെ പഞ്ചായത്ത് രാജ് പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് നേരത്തെ ഉയർന്നു വന്ന അധിനിവേശ വിരുദ്ധ സമരങ്ങൾക്ക് സമാന്തരമായാണ് ജനകീയ ഭരണമെന്ന ആശയം നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്നത്. അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് രാജിൻ്റെ അടിസ്ഥാന രൂപങ്ങളെന്ന് പറയാവുന്ന പ്രാദേശിക കൂട്ടായ്മകൾ രാജ്യത്ത് പലയിടത്തും രൂപപ്പെട്ടു. ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും അത്തരം പ്രാദേശിക ഭരണനിർവഹണ സംവിധാനങ്ങളോട് അനുഭാവപൂർവമായ സമീപനമാണ് ഉണ്ടായിരുന്നത്. ബൽവന്ത് റായ് മേത്ത അടക്കമുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അതിന് കരുത്ത് പകരുകയും ചെയ്തു. നമ്മുടെ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രം ഓർക്കുമ്പോൾ EMSനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഐക്യ കേരളത്തിൻ്റെ രൂപീകരണത്തിന് മുൻപ് തന്നെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും വെച്ചു പുലർത്തിയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം തന്നെയാണ് ഐക്യ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി വന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ കൂടി ആയിരുന്നു അദ്ദേഹം. പ്രാദേശിക ഭരണകൂടങ്ങളെ വികസനത്തിനുള്ള ഏജൻസികൾ എന്ന നിലയിലാണ് ബൽവന്ത് റായ് മേത്ത വിഭാവനം ചെയ്തത്. അതിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് വിഭവ സമാഹരണത്തിലും ഭരണനിർവഹണത്തിലും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് പങ്കുവഹിക്കാൻ കഴിയുമെന്ന് EMS തയ്യാറാക്കിയ ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൽ എടുത്തു പറയുകയുണ്ടായി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു 1958 കേരള നിയമസഭയിൽ ജില്ലാ കൗൺസിൽ ബിൽ അവതരിപ്പിക്കപ്പെട്ടത്. പിന്നീട് 1967 EMSൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരും ഇത്തരമൊരു ബില്ലിന് രൂപം നൽകിയത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ ബില്ലൊന്നും പ്രാവർത്തികമായില്ല.
എന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കാര്യമാണ്. 1978 കേന്ദ്രത്തിൽ ജനതാ സർക്കാരായിരുന്നു. അന്ന് ജനതാ സർക്കാർ നിയോഗിച്ച അശോക് മേത്ത കമ്മിറ്റി വീണ്ടും അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയുണ്ടായി. ആ കമ്മിറ്റിയിൽ സഖാവ് EMS അംഗമായിരുന്നു. അദ്ദേഹം അതിലൊരു വിയോജനക്കുറിപ്പ് എഴുതി. അതാണ് പിന്നീട് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിന് ദിശാബോധം നൽകിയത്. 1987 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു കമ്മീഷനെ വെച്ചു. 91 ജില്ലാ കൗൺസിലുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ചരിത്രം നാം ഓർക്കുമ്പോൾ നാം നടപ്പാക്കിയ ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൻ്റെ വികസനപാതയിലെ സുപ്രധാന നാഴികക്കല്ലായി മാറുകയുണ്ടായി. 1996 അധികാരത്തിൽ വന്ന LDF സർക്കാരായിരുന്നു ജനകീയ ആസൂത്രണത്തിന് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാധികാരങ്ങളുടെ വികേന്ദ്രീകരണം, ഇതാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. സംസ്ഥാനത്തിൻ്റെ പദ്ധതി വീതത്തിൽ 35 മുതൽ 40% വരെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവെക്കുന്ന നിലയുണ്ടായി. ഓരോ പ്രദേശത്തിനും ആവശ്യമായ വികസന പദ്ധതികൾ എന്താണ് എന്നത് അവിടങ്ങളിലെ അതത് സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാനുള്ള അവസരം ലഭിച്ചു. ആ രീതിയിൽ പ്രാദേശിക വികസനം ജനകീയ ആസൂത്രണത്തിലൂടെ യാഥാർത്ഥ്യമായി മാറി. നാടും നാട്ടുകാരും അതിൽ വഹിച്ച പങ്കിൻ്റെ ഭാഗമായി വലിയ തോതിലാണ് വികസന പ്രവർത്തനം കേരളത്തിൽ നടന്നത്. ഇപ്പോൾ ജനകീയ ആസൂത്രണം 4 നൂറ്റാണ്ടിലേറെ പിന്നിട്ട് കഴിഞ്ഞു. നമുക്ക് കേരളത്തിൻ്റെ പൊതുവായ അവസ്ഥ പരിശോധിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ വികസിച്ചു വന്നു. ആരോഗ്യ മേഖല കൂടുതൽ ശാക്തീകരിച്ചു. പാർപ്പിട പദ്ധതികൾ നാം ലക്ഷ്യമിട്ട രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളെ അടക്കം സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിനാകെ മാതൃകയായി തീരാനും നമുക്ക് കഴിഞ്ഞു. കോവിഡ് മഹാമാരി രൂക്ഷമായ ഘട്ടത്തിൽ പ്രാദേശികമായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും രോഗീ പരിചരണ സംവിധാനമൊരുക്കാനും നമുക്ക് കഴിഞ്ഞു. ഇത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കരുത്തുകൊണ്ടുകൂടിയായിരുന്നു എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. നമ്മുടെ നാട് അധികാര വികേന്ദ്രീകരണത്തെ എത്ര ഗൗരവമായാണ് സമീപിച്ചത് എന്നത് വെളിവാക്കുന്നതാണ് ഈ ഉദാഹരണങ്ങളൊക്കെ. പ്രാദേശിക ഭരണം ഇത്തരത്തിൽ
ശക്തമാകുമ്പോൾ തന്നെ അവയ്ക്ക് ഒരു പരസ്പര പൂരകത്വ സ്വഭാവം ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏകീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പണം ചെറിയ ചെറിയ വികസന പദ്ധതികൾക്ക് ഉപയോഗിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കൂട്ടായി നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സംയുക്ത പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയും ഇത്തരത്തിലൊരു സംവിധാനത്തിലൂടെ. മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. പ്രാദേശിക സർക്കാരുകളാണ് അധികാരവും അതിനുള്ള വിഭവശേഷിയും ഈ പ്രാദേശിക സർക്കാരുകൾക്കുണ്ട്. അപ്പോൾ പ്രാദേശിക വികസന പദ്ധതികളിൽ മാത്രം ശ്രദ്ധയൂന്നി പ്രവർത്തനം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകരുത്. സർക്കാരിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്നുള്ള തുക കൊണ്ടാണ് പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ നടക്കുക. എന്നാൽ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ മാത്രം നടപ്പാക്കുന്നൊരു ഏജൻസിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറിയാൽ പോരാ. ഇന്നത്തെ കാലം പുതിയ കാലമാണ്. ഈ പുതിയ കാലത്തെ സോഷ്യൽ ഡിസൈൻ സെൻ്ററുകളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ പുരോഗമനോന്മുഖമായി മാറ്റി തീർക്കുന്നതിനും സാമ്പത്തികവും സാമൂഹികവുമായ വികാസം കൈവരിക്കുന്നതിനും സഹായകരമായ സ്ഥാപനങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറണം. നാടിൻ്റെ വികസനത്തിനുതകുന്ന സമീപനമായിരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടാകേണ്ടത്. അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാവണം. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിലും പൊതുവെ നാടിൻ്റെ വികസനത്തിന് സഹായകരമായ പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികൾ നാടിനാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുമായി സഹകരിക്കാനും അത് പ്രാവർത്തികമാകുന്നതിന് ആവശ്യമായ പിന്തുണ നൽകാനും തയ്യാറാകേണ്ടതുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. പല വിധത്തിലുള്ള മനോഭാവക്കാർ നമ്മുടെ ഇടയിലുണ്ടാകും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഏകീകൃത മനോഭാവമായിരിക്കണം. ഒരു തരത്തിലുള്ള നിഷേധ സമീപനവും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവിടെ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാനാണ്, അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നിൽക്കാനല്ല എന്ന ഒരു പൊതുബോധം നമ്മളിൽ ഉണ്ടാകണം. ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനുള്ള ചർച്ചകൾ കൂടി ഇവിടെ ഈ തദ്ദേശ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ തന്നെ പരമദരിദ്രരായ ഏതാനും ആളുകൾ ജീവിക്കുന്നുണ്ട്.
അവർ എത്ര പേരുണ്ട്, എത്ര കുടുംബമാണ് എന്നെല്ലാം ഉള്ളത് ഇപ്പോൾ നാം കണ്ടെത്തിക്കഴിഞ്ഞു. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് ഈ പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം. നമ്മുടെ സംസ്ഥാനം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ ദാരിദ്ര്യമില്ല എന്നല്ല. ഒരു ചെറിയ ഭാഗം ആളുകൾ സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെ മുന്നോക്കത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന പരിപാടികൾ നമുക്ക് നടപ്പാക്കാനാവണം. അതിൻ്റെ ഭാഗമായാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏത് രീതിയിൽ ഇടപെടണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള ഘട്ടമാണ്. 64,000-ൽ പരം കുടുംബങ്ങളാണ് ഈ പരമ ദരിദ്രാവസ്ഥയിലുള്ളത്. അവിടെ ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ പരിശോധിച്ചാൽ പലതരത്തിലുള്ളതാണ് എന്ന് കാണാൻ കഴിയും. ചിലർക്ക് തൊഴിൽ ചെയ്യാൻ അവസരം കിട്ടിയാൽ ദരിദ്രാവസ്ഥ ഇല്ലാതാക്കാൻ പറ്റും. തൊഴിൽ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. അപ്പോൾ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുമുള്ള അവസരം ഇപ്പോഴില്ല. ആ കാര്യത്തിൽ എങ്ങനെ പരിഹാരം കാണാനാവും? ഏത് രീതിയിൽ തൊഴിൽ നൽകാനാവും? ജീവസന്ധാരണത്തിനുതകുന്ന ഒരു തൊഴിൽ, അതിൽ സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും നാട്ടിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളുമെല്ലാമുണ്ട്. ഇതുവരെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നത് ആ ആളുടെ തൊഴിലെടുക്കാനുള്ള ശേഷിയുമായി ബന്ധപ്പെട്ടു കൂട്ടി പരിശോധിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുണ്ടാവണം. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അത് വളരെ പ്രധാനമാണ്. ഈ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ തന്നെ തൊഴിലവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ലക്ഷ്യത്തോടെയാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഴി തൊഴിൽ സഭ പോലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നത്. ഇവിടെ പ്രാദേശികമായി രൂപീകരിക്കപ്പെടുന്ന കൂട്ടായ്മകളിലൂടെ തൊഴിൽ നൈപുണ്യമുള്ളവരെ കണ്ടെത്താനാകും. അതോടൊപ്പം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താല്പര്യമുള്ളവർ കാണും. അവരെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ചില സംരംഭങ്ങളും തൊഴിലുകളുമുണ്ട്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് അവിടെ ഏറ്റവും അഭിരുചിയുള്ള ഏത് ഭാഗത്തിനാണോ അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാവണം. ചിലപ്പോൾ അത് കാർഷിക രംഗത്തെ പ്രവർത്തനമാകാം, ചിലപ്പോൾ പശു വളർത്തലാകാം, ചിലപ്പോൾ
മത്സ്യം വളർത്തലാകാം, ഇതിൻ്റെ എല്ലാം ഭാഗമായുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കലാകാം. ഇപ്പോൾ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഭക്ഷ്യസാധനങ്ങളടക്കം വിദേശത്തേക്ക് കയറ്റിപ്പോകുന്ന കാലമാണ്. അങ്ങനെ വിവിധ മേഖലയിൽ നമുക്ക് ഇടപെടാൻ കഴിയും. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷതകൾക്ക് അനുസരിച്ച് അവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ വിപണനത്തിനുള്ള സാഹചര്യമൊരുക്കുക. ഇത്തരത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. സംരംഭങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനം ഈ കാര്യത്തിൽ ആവശ്യമായ നൈപുണ്യം ലഭിച്ചവർ ഉണ്ടാവുക എന്നതാണ്. ആ നൈപുണ്യം സിദ്ധിച്ചവരെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിലടക്കം ഇപ്പോൾ കൃത്യമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ രീതിക്ക് തന്നെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വിദ്യ അഭ്യസിക്കുമ്പോൾ വിദ്യ അഭ്യസിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും തൊഴിലിന് പോവുക എന്ന ഒരു താല്പര്യമാണ് ഉണ്ടാകാറ്. എന്നാൽ ഇപ്പോൾ തൊഴിലിന് പ്രാപ്തരാക്കുക എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ തൊഴിൽ ദാതാക്കളാക്കി ഈ കുട്ടികളെ മാറ്റാൻ കൂടിയുള്ള പ്രാവീണ്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന ഘട്ടത്തിൽ തന്നെ തൊഴിൽ ദാതാക്കളായി മാറാനുള്ള കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഘട്ടത്തിൽ തന്നെ തൊഴിൽ ചെയ്യാനുള്ള നൈപുണ്യം ആർജിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ആവശ്യമായ മേഖലയിൽ തൊഴിൽ നൽകുന്ന തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുക. അത്തരത്തിൽ തൊഴിൽ നൈപുണ്യം ലഭിക്കുന്നതോടൊപ്പം തന്നെ തൊഴിൽ സംരംഭകരെയും സൃഷ്ടിക്കുക. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, ഇവയിലൂടെ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. നോളേജ് എക്കോണമി മിഷൻ മുഖേന നൈപുണ്യ വികസന പരിപാടികൾ വേറെയും നടപ്പാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് നൈപുണ്യം സിദ്ധിച്ചവരായും തൊഴിൽ സംരംഭകരായും മാറ്റാൻ കഴിയും എന്ന് നാം ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആ പ്രദേശത്തുള്ള ഇത്തരത്തിൽ കഴിവ് സമ്പാദിച്ചവരാരൊക്കെയാണ്. ഒരു തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിൽ നൈപുണ്യം, വിവിധ നൈപുണ്യങ്ങളുണ്ടാകും. ആ നൈപുണ്യങ്ങൾ ലഭിച്ചവരാരൊക്കെയാണ്. അതോടൊപ്പം തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ ആശയമുള്ളവർ ആരൊക്കെയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ അതിനുതകും വിധമുള്ള ഒരു വിവരശേഖരണം നടത്തണം. അപ്പോൾ അത് പ്രധാനമാണ്. ആ വിവരശേഖരണം നടത്തി ആരൊക്കെ പ്രത്യേകമായ കഴിവുകൾ നേടിയിട്ടുണ്ട്,
ആർക്കൊക്കെ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാനാവണം. അതോടൊപ്പം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിലും ഈ പറയുന്ന സംരംഭങ്ങൾക്ക് ആവശ്യമായ സഹകരണവും പിന്തുണയും ഉറപ്പുവരുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരു സംരംഭത്തിന് തയ്യാറായി മുന്നോട്ട് വന്നയാൾ മനമെടുത്ത് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വർഷത്തെ പ്രത്യേകത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു വർഷം 1,00,000 സംരംഭങ്ങൾ ആരംഭിക്കണമെന്നാണ് സർക്കാർ കണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ ചിലർക്കെല്ലാം സംശയങ്ങളുണ്ടായിരുന്നു. 1,00,000 വലിയ നമ്പറാണല്ലോ. അത്രയും സംരംഭങ്ങൾ ഈ ഒരു കാലം കൊണ്ട് കേരളത്തിലാകെ സൃഷ്ടിക്കാനാകുമോ എന്നതായിരുന്നു സംശയം. എന്നാൽ തുടങ്ങിയപ്പോൾ നല്ല പ്രതികരണമാണ് നാട്ടിലുണ്ടായത്. എവിടെയെത്തിയത്? വർഷം തികഞ്ഞില്ല, 8 മാസമാകുമ്പോഴേക്ക് തന്നെ ആ 1,00,000 10 മാസമായപ്പോൾ 1,32,000-ലേറെ സംരംഭങ്ങളായി. ഇനിയും മാസം കിടക്കുന്നു. ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. നാം കാണേണ്ടത് 8,000 കോടി രൂപയുടെ നിക്ഷേപമാണ് സമാഹരിക്കാനായത്. 2,80,000-ലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ കേരളം വലിയ തോതിലുള്ള ഇടപെടലാണ് സ്റ്റാർട്ടപ്പ് രംഗത്ത് നടത്തുന്നത്. നൂതന ആശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ ഉതകുന്ന വിധമുള്ള ഒരു സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന നയമാണ് നാം രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലൻസ് റേറ്റിംഗിൽ നമ്മുടെ നാട് കേരളം ഏഷ്യയിൽ 1-ാമതും ലോകത്ത് 4-ാമതുമാണ്. കഴിഞ്ഞ 6 വർഷത്തെ അനുഭവമെടുത്താൽ 836 കോടി രൂപ ഫണ്ട് ഓഫ് ഫണ്ടും 4,561 കോടി രൂപ വെച്ചർ ക്യാപിറ്റൽ ഫണ്ടും സ്റ്റാർട്ടപ്പ് മേഖലയിൽ ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമായ നേട്ടമാണ്. 4,000-ഓളം സ്റ്റാർട്ടപ്പുകൾ, 40,000-ഓളം തൊഴിലവസരങ്ങൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി സൃഷ്ടിക്കാൻ ഇവിടെ കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള നൂതനമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്നത് നാം കാണണം. ഈ കാര്യത്തിൽ നല്ല പങ്ക് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് വഹിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ കോവിഡ് വന്ന ഘട്ടത്തിൽ ഒരു പുതിയ തൊഴിൽ രീതികൾ വന്നു. അതേവരെ 1000-കണക്കിന് 10,000-കണക്കിലൊക്കെയുള്ള ആളുകൾ ഒരു ക്യാമ്പസിൽ ജോലി ചെയ്യുന്ന അവസ്ഥയായിരുന്നല്ലോ. അത്തരം ക്യാമ്പസുകൾ ആരുമില്ലാതെ വിരലെണ്ണാവുന്നവർ മാത്രം അവശേഷിക്കുന്ന നിര കോവിഡ് ഉണ്ടാക്കി.
അന്ന് വർക്ക് ഫ്രം ഹോം എന്ന പദ്ധതി വന്നു. വർക്ക് ഫ്രം ഹോം പിന്നെ വർക്ക് നിയർ ഹോം ആകാമോ എന്ന ആലോചനയായി. ഇപ്പോൾ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും തൊഴിലെടുക്കുന്ന യുവാക്കൾ അവർ കേരളത്തിലെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വരുന്നു. കുറേ കാലം അവരവിടെ താമസിക്കുന്നു, അവിടെ ജോലിയെടുക്കുകയാണ്. അപ്പോൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാം, അവരെ തൊഴിൽ കൃത്യമായിട്ട് എടുക്കുകയും ചെയ്യാം. അതാണല്ലോ ഈ IT രംഗത്തിൻ്റെ ഒരു പ്രത്യേകത. ആ ഓഫീസ് തന്നെ പോയി പണിയെടുക്കണമെന്നില്ല. ഇത് ഒരവസരമായി കണ്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ വർക്ക് നിയർ ഹോം എന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് സഹായം ചെയ്യും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട് എല്ലായിടവും നല്ല പ്രകൃതി രമണീയത നിറഞ്ഞ സ്ഥലമാണ്. പറ്റിയ അന്തരീക്ഷം ഉള്ളിടത്ത് ഇത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നോക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്താൽ ആവശ്യമായ കെട്ടിട സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത് വർക്ക് നിയർ ഹോം എന്ന തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പുറത്തു നിന്ന് കുറച്ച് ദിവസത്തെ താമസത്തിനായിട്ട് ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരു റിസോർട്ടിൽ പോയി താമസിച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് വലുതായിരിക്കും. എന്നാൽ താങ്ങാവുന്ന രീതിയിലുള്ള താമസ സൗകര്യം കൊടുത്താൽ പ്രകൃതി സൗന്ദര്യവും കാണാൻ പറ്റും, അവരുടെ ജോലിയും നടത്താൻ പറ്റും, താങ്ങാവുന്ന ചെലവേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള നൂതനമായ മുന്നേറ്റങ്ങൾ പ്രാദേശിക സമ്പദ്ഘടനയുമായി ബന്ധിപ്പിക്കുക, ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ നേരത്തെ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ടതാണ് മാലിന്യ സംസ്കരണ പ്രവർത്തനം. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എടുത്താൽ ഇതുപോലൊരു നാട് നമ്മുടെ രാജ്യത്തെവിടെയും കാണാൻ കഴിയില്ല. കാസർഗോഡും തുടങ്ങി തിരുവനന്തപുരം വരെ പോയാൽ ഏത് പ്രദേശം തമ്മിലാണ് വ്യത്യാസമുള്ളത്? ഏകദേശം എല്ലാം ഒരേപോലെയാണല്ലോ. ഒരു വികസിച്ച് കിടക്കുന്ന നഗരമാണ് നമ്മുടെ കേരളം. ഇവിടെ ഗ്രാമം എന്നത് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലൊരു ഗ്രാമീണ അന്തരീക്ഷം നമുക്ക് കാണാനാവില്ല. ഗ്രാമങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ മറ്റു ചില സംസ്ഥാനങ്ങളെടുത്താൽ അവിടെയുള്ള ഒരു പട്ടണം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വികസനം നടന്നിട്ടുണ്ടാവും. വലിയ പട്ടണം, ചില കോസ്മോപൊളിറ്റൻ നഗരങ്ങളുണ്ടല്ലോ, അവിടെ നോക്കിക്കോളൂ. അത് കഴിഞ്ഞ് ഉള്ളോട്ട് പോയാൽ സാധാരണക്ക് യാത്ര ചെയ്യാൻ പോലും കഴിയില്ല. എല്ലാം ഇല്ലായ്മയുടെ പര്യായങ്ങളായിരിക്കും. അതല്ല നമ്മുടെ നാട്. അപ്പോൾ വലിയ തോതിൽ നഗരവൽക്കരണം വന്നു കഴിഞ്ഞ ഒരു നാടാണ് പൊതുവെ കേരളം. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം. നിർഭാഗ്യവശാൽ മാലിന്യ നിർമ്മാർജ്ജനം ആവശ്യമില്ലേ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നമ്മൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും അതിനനുകൂലമായി സംസാരിക്കും. ഒരു പ്രയാസവും അതിനില്ല. എന്നാൽ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഇവിടെ ആവട്ടെ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനെ എതിർക്കാനാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ തയ്യാറാകുന്നത്. ഇതിൽ അറിഞ്ഞുകൊണ്ട് എതിർക്കുന്നവരുണ്ട്, അറിയാതെ അതിൻ്റെ ഭാഗമായി പോയി ആ എതിർപ്പിൻ്റെ ഭാഗമായി പോകുന്നവരുണ്ട്. അറിഞ്ഞുകൊണ്ട് എതിർക്കുന്നവരാരാ?
ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഒരിടത്തും വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അത് വളരെ ചുരുക്കം പേരെയുള്ളൂ. അവർ ഏത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴും അതിനെ എതിർക്കാൻ തയ്യാറാണ്. അതിന് പല ന്യായങ്ങളാണ് പറയുക. ആ ന്യായം കേൾക്കുമ്പോൾ ചിലപ്പോൾ ശുദ്ധാത്മാക്കളായിട്ടുള്ള ചിലർ അത് ശരിയല്ലെന്ന് വിചാരിച്ചാൽ അതിൻ്റെ കൂടെ കൂടിയെന്ന് വരും. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള വെള്ളം, ഈ വെള്ളം വളരെ ശുദ്ധമായിരിക്കേണ്ട ഒന്നാണല്ലോ. കാരണം അതാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അതിൻ്റെ അകത്ത് ഉണ്ടാകേണ്ട ഈ മാലിന്യത്തിന് അതിരുണ്ട്. ഇപ്പോൾ മനുഷ്യ വിസർജ്യത്തിൻ്റെ അവശിഷ്ടം കോളിഫോം, ഇത് നമ്മുടെ വെള്ളത്തിൽ വളരെ കൂടുതലാണ്. ചിലപ്പോൾ നമ്മുടെ കിണറുകളിലെ വെള്ളം പണ്ട് നമ്മൾ ഏറ്റവും ശുദ്ധമാണെന്ന് കരുതിയ വെള്ളമാണ്, അവിടെയും ഇത് കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മൾ നീങ്ങേണ്ടതായിട്ടുണ്ട്. വെള്ളം ശുദ്ധമാകണം, എല്ലായിടവും ശുദ്ധമാകണം. ഏത് വെള്ളവും എടുത്ത് കുടിക്കാൻ നമുക്ക് കഴിയണം. ആ തരത്തിലേക്ക് നാടിനെ മാറ്റാനാകണം. അപ്പോൾ ഇത് സാധ്യമാണോ? നമുക്ക് 44 നദി, എവിടെ നോക്കിയാലും വെള്ളം, അങ്ങനെയുള്ളൊരു നാട്. പക്ഷേ ആ വെള്ളത്തെ നമ്മൾ മലീമസമാക്കുകയാണ്. നാം കാണേണ്ടത്, ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പല സ്റ്റേജിലും പറഞ്ഞൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ ഒരു വിദേശയാത്രയ്ക്ക് ശേഷം ഒരു നോർവേയിൽ കഴിഞ്ഞ ഒരു സന്ദർശനം നടത്തിയല്ലോ. അവിടെ ചെന്ന് ഏത് ഹോട്ടലിൽ പോയാലും നമ്മൾ ആദ്യം കുടിക്കാൻ വെള്ളം നോക്കുമല്ലോ. ഒരു കുപ്പി വെള്ളം വേണം. അവർ പറഞ്ഞു അതില്ല, പൈപ്പിൽ നിന്ന് എടുത്താൽ മതി. പൈപ്പിലെ വെള്ളം കുടിക്കാമല്ലോ എന്നാണ് നമ്മളെ സംശയം. പക്ഷെ അവരുടെ രീതി അതാണ്. ഞങ്ങൾ ആ വെള്ളമാണ് കുടിക്കാറ്. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലായിടവും ഉള്ള വെള്ളം ശുദ്ധമാണ്. എവിടെയും മറ്റൊരു തരത്തിൽ കുപ്പിവെള്ളത്തിൻ്റെ പരിപാടിയില്ല. ഈ വെള്ളം തന്നെയാണ് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് അയച്ചേക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ശുദ്ധമാക്കാൻ നമുക്ക് കഴിയണം. അതിന് മാലിന്യം വലിച്ചെറിയാതിരിക്കണം. ഈ വെള്ളത്തിൻ്റെ ശുദ്ധി നിലനിർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നാം ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനം 5 വർഷം മുൻപ് ആരംഭിക്കുമ്പോൾ നമ്മളൊരു ലക്ഷ്യമായി പറഞ്ഞിരുന്നത് നമ്മുടെ നദികളിലെ വെള്ളം കൈകൊണ്ട് കോരി കുടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നാണ്. ഒരു നദി ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചില ഘട്ടത്തിൽ നാട്ടുകാർ ഏറ്റെടുത്തു. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്കായില്ല. ഇടയ്ക്ക് പ്രളയം വന്നു, മറ്റ് ബുദ്ധിമുട്ടുകൾ വന്നു. ഏതായാലും നമ്മുടെ നാട് ശുദ്ധമായിരിക്കുക, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ഒരു വാർത്ത കണ്ടിരിക്കുമല്ലോ. നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി അടക്കം MLA-മാരെല്ലാവരും കൂടി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പോയത്. അത് STP ആണ്. അവിടെ പോയി അവിടുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഒരു പ്രത്യേകതയും മറ്റു പ്രദേശവും ഇതും തമ്മിലില്ല. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയ പോലെ അനുഭവമാണ് അവിടെയുള്ളത്. അപ്പോൾ ആളുകൾ അതുപോലെ സ്ഥാപനങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം തെറ്റാണെന്ന് ഇത്തരം സ്ഥലങ്ങളിൽ ചെന്നാൽ കാണുകയാണ്, ബോധ്യപ്പെടുകയാണ്. അപ്പോൾ പഴയ കാലത്ത് ചില മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് കാലം മാറിപ്പോയി, സാങ്കേതിക വിദ്യ പലതും പുരോഗതി പ്രാപിച്ചു. ഒരു പ്രയാസവും ആർക്കുമില്ലാതെ പട്ടണത്തിൻ്റെ മധ്യത്തിൽ തന്നെ വലിയ തോതിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തും പ്രധാന പട്ടണങ്ങളിലൊക്കെ ഉണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സുരക്ഷിതമായ കുടിവെള്ളം വേണം, നല്ല ശുദ്ധമായ ഭക്ഷണം നമുക്ക് കഴിക്കാനാവണം, അതോടൊപ്പം വായു മലിനമല്ലാതിരിക്കണം. ഇതിനെല്ലാം ഈ മാലിന്യ നിർമ്മാർജ്ജനം വളരെ പ്രധാനമാണ്. അങ്ങനെ വന്നാൽ പ്രാണികളുടെ അളവ് കുറക്കാൻ പറ്റും,
പകർച്ചവ്യാധി വലിയ തോതിൽ തടയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ ആ രംഗത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം മാലിന്യ സംസ്കരണ രംഗത്ത് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനാവണം. തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളെ സഹായിക്കാൻ പ്രത്യേക എൻഫോഴ്സ്മെൻറ്റ് ടീമിന് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയണം. അതോടൊപ്പം നാട്ടിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്, വിവിധ സന്നദ്ധ സംഘടനകളുണ്ട്. അവരുടെയെല്ലാം സഹകരണത്തോടെ നല്ല തോതിലുള്ള ബോധവൽക്കരണ പരിപാടി നമുക്ക് സംഘടിപ്പിക്കാനാവും. ഇതോടൊപ്പം നാം കാണേണ്ടത് ഈ മാലിന്യ സംസ്കരണം എന്നത് ഇന്നൊരു തൊഴിൽ മേഖല കൂടിയാണ്. ഈ ഒരു തിരിച്ചറിവോടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഈ രംഗത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട്. ചെറുകിട സ്വകാര്യ സംരംഭങ്ങൾക്കും ഇതിൽ വലിയ തോതിൽ അവസരം നൽകാനാകും. അപ്പം അത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചാൽ അതിൽ നിന്ന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനാകുമെന്നാണ് നാം കാണേണ്ടത്. അതോടൊപ്പം തന്നെ പ്രാദേശിക വികസന പദ്ധതികൾ ഏറ്റെടുക്കുന്നതോടൊപ്പം പ്രാദേശിക സർക്കാരുകളെ ശക്തിപ്പെടുത്തുന്നതിന് വലിയ മുൻതൂക്കമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. ഈ ഗവേണൻസ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് സേവനം ഉറപ്പുവരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മാത്രമേ ആളുകൾ തൃപ്തരാവുകയുള്ളൂ. അപ്പോൾ പ്രാദേശിക സർക്കാരുകൾ ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. സേവനത്തിന് വേണ്ടി വരുന്നത്, സേവനം ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലൊരു ദയ ചോദിക്കലാണ് എന്ന് കാണരുത്. അവർക്ക് അർഹതപ്പെട്ടതാണത്. അത് ചെയ്തു കൊടുക്കാനാണ് ഈ നമ്മൾ പ്രാദേശിക സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും എല്ലാം നിൽക്കുന്നത്. ഈ സർക്കാരുകളായിട്ടുള്ള പ്രാദേശിക സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഒക്കെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, ഉദ്യോഗ സംവിധാനമുണ്ട്. ഇവരെല്ലാവരും ഈ വരുന്നവർ അവർക്ക് അർഹതയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന മനോഭാവത്തോടെയാണ് അവരെ കാണേണ്ടതും അവരോട് പെരുമാറേണ്ടതും. അവരിൽ നിന്നെന്തെങ്കിലും മെല്ലെ ഇങ്ങോട്ട് വന്നോട്ടെ എന്നൊരു സമീപനം സ്വീകരിക്കാൻ പറ്റില്ല. അത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. അത്തരത്തിലുള്ളൊരു നടപടിയും ഉറപ്പിക്കാനാവില്ല. നമ്മുടെ ചില കേന്ദ്രങ്ങളെപ്പറ്റി ഇന്നത്തെ കാലത്തൊന്നും രഹസ്യമല്ലല്ലോ, എല്ലാം പരസ്യമാണല്ലോ. എല്ലാം രഹസ്യമായിട്ടാണ് തങ്ങളിത് ഒപ്പിക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അപ്പം തന്നെ നാടിതറിയാണ് ഇങ്ങനെയുണ്ട് എന്നുള്ളത്. അവസാനം മര്യാദയ്ക്ക് കുടുംബത്തോടൊപ്പം വീട്ടിലിരുന്നുള്ള ഭക്ഷണം കഴിച്ച് തൃപ്തിയോടെ കഴിയേണ്ടവർ സർക്കാർ ചെലവിൽ നല്ല ഭദ്രമായ സ്ഥലത്ത് പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന നില വരുത്തരുത്. അത് ചിലരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. എന്തൊരു മോശമായ കാര്യമാണെന്ന് നോക്കണത്. എന്തുകൊണ്ടാണ് അങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നത്? അനാവശ്യമായ ആർത്തി ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതത് പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കുന്നതിനാണ്. അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുക, ആ സേവനങ്ങൾ ഉറപ്പുവരുത്തുക. അതിൻ്റെ ഭാഗമായി ഒരഴിമതിയും ഉണ്ടാകരുത്. അഴിമതി എന്ന് പറയുന്നത് പണം വാങ്ങൽ മാത്രമല്ല. ഇന്നത്തെ കാലത്ത് കാലതാമസം വരുത്തലും അഴിമതി തന്നെയാണ്. സമയബന്ധിതമായി തീരുമാനങ്ങൾ എടുത്തു കൊടുക്കാൻ സാധിക്കണം. ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ നിരവധി വിവരങ്ങൾ നമ്മുടെ കൺമുന്നിൽ എത്തുന്നൊരു കാലമാണിത്. അപ്പോൾ സേവനങ്ങൾ വൈകിപ്പിക്കൽ, അതേപോലെ തന്നെ അർഹമായത് നിഷേധിക്കുന്നത്, അതെല്ലാം അഴിമതിയായി നാം കാണേണ്ടതായിട്ടുണ്ട്. നല്ല സേവനമായിരിക്കണം ഉറപ്പുവരുത്തുന്നത്. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാനാവണം. ഇതാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. വിഭവങ്ങളുടെ സമാഹരണം,
നീതിയുക്തമായ വിതരണം അത് ഉറപ്പാക്കുന്ന ഒരു സംസ്കാരം അത് നാട്ടിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിന് കരുത്തു പകരാൻ ഉതകുന്നതാവട്ടെ ഈ സമ്മേളനവും ഇതിൻ്റെ ഭാഗമായുള്ള ചർച്ചകളും എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. തൃത്താല മണ്ഡലത്തിലെ നെല്ലിക്കാട്ടിരിയിൽ നിന്നുള്ള ശ്രീമതി അഞ്ജന വരച്ച ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ചിത്രം അദ്ദേഹത്തിന് ഉപഹാരമായി നൽകുന്നതിന് അഞ്ജനയെ ക്ഷണിക്കുന്നു. കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന